പുതിയ വീഡിയോയിലേക്ക് ലൈവ് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് പുതിയൊരു സ്നാക്സാണ് ഇട്ടിട്ടുള്ളത്. വളരെ എളുപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്സാണ്. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ തന്നെ ചെയ്യുക. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ചെറിയ പീസ് ഇതേപോലെ ചെറിയ പീസുകളാക്കിയതാണ്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ബ്രെഡ് വേണം, മൈദ 1/2 കപ്പ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് നന്നായി വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങൊന്ന് നന്നായി ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട ചിക്കനാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പിട്ടതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കണം. നമ്മളിത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ബാറ്ററി ഉണ്ടാക്കണം. നമുക്കിതിലേക്കൊരു ബാറ്ററി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ട കെട്ടാതെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അധികം ടൈറ്റും അല്ല അധികം ലൂസും ഇല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നാല് വശവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ബ്രെഡ് ക്രംസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡിലേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ട് വെച്ചെടുക്കാം. ഇതേപോലെ ബ്രെഡിൽ നമ്മൾ ഈ മാവ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ നമുക്ക് ബാക്കി എല്ലതും ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്ത് നമ്മൾ മുഴുവനും എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നും ഇതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് വെക്കാം. എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. വീഡിയോ വിവോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ തന്നെ വിളിക്കുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.